ചെറുപ്പക്കാരിൽ ഒന്ന് ലൈംഗിക അസുഖം ഞങ്ങൾ നോക്കാറുണ്ട്. അതാണ് ജെനിറ്റൽ വാൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെനിറ്റൽ വാൾട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ജെനിറ്റൽ ഏരിയയിൽ പെനിസിലെ വെജൈനലിയ വാൾട്ടുകളാണ് കാണുന്നത്. ചെറുപ്പക്കാരൻ്റെ ഇടയിൽ ഇത് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണലുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഇതിൽ പ്രൊട്ടക്റ്റഡ് സെക്സ്, അതായത് കോണ്ടം ഉപയോഗിച്ചാലും സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഒരു ഡിസീസാണ്. അത് വൈറസിലാണ്. വൈറസ് ഇത്ര ചെറുതായതുകൊണ്ട് കോണ്ടമിൻ്റെ രന്ധ്രങ്ങളുടെ ഇടയിലും ഇത് പാസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കോണ്ടം ഉപയോഗിച്ചാലും ഇതിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് പ്രൊട്ടക്ഷന് വേണ്ടി എന്താക്കണമെന്നുള്ള വലിയ ഒരു ഗവേഷണ പണ്ട് മുതലേ 10-20 കൊല്ലമായിട്ടാണ് നടക്കുന്നതാണ് വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പോൾ 2006 അതിന് വാക്സിൻ വന്ന് അവിടെയുള്ള ട്രയൽസ് നടന്നു. ഭൂരിപക്ഷ സർവൈക്കൽ ക്യാൻസർ ഈ ഇഞ്ചക്ഷൻ കൊണ്ട് കുറക്കാൻ പറ്റുന്നുള്ളത് വേദ്യമായി. അപ്പോൾ ലേഡീസിൽ ഇത് വന്നു കഴിഞ്ഞാൽ സർവീക്സിൽ ഈ വൈറസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് സർവൈക്കൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ വാക്സിനിൻ്റെ ഡിസ്കവറി നടന്നത്. 2019 സമയത്ത് ഏകദേശം 150 കൺട്രീസിലാണ് അവൈലബിളാണ്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8-14 വയസ്സിൻ്റെ അകത്തുള്ള ബോയ്സ് ഗേൾസ് ഇതിന് എടുക്കണം. 14 വയസ്സിന് മുമ്പേ ആയാലും 2 ഇഞ്ചക്ഷന്, ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ഇഞ്ചക്ഷന്. 14 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാർക്ക് എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ 3 ഇഞ്ചക്ഷൻ എടുക്കണോ. ആദ്യത്തേത് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഇഞ്ചക്ഷൻ 2 മാസം കഴിഞ്ഞിട്ട്, മൂന്നാമത്തെ ഇഞ്ചക്ഷൻ 6 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അഡ്വാൻറ്റേജസ് എന്ത്? ക്യൂറേറ്റീവ് അല്ല, തെറാപ്യൂട്ടിക് അല്ല എന്നാണ് ഇഞ്ചക്ഷൻ്റെ മാനുഫാക്ചറേഴ്സ് ആണ് പറയുന്നത്. പക്ഷേ നമ്മളെ പ്രാക്ടീസ് നോക്കി കഴിഞ്ഞാൽ ഈ പുതിയ കോണ്ടിലോ മൈക്രോമിനേറ്റയിലെ പുതിയ ജെനിറ്റൽ വാൾട്ട് പൊന്നുന്നത് കുറഞ്ഞാണ് നമ്മൾ നോക്കുക. ചില ആൾക്ക് അത് പുതിയതായിട്ട് വരുന്നില്ല, പക്ഷെ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്ക് വാൾട്ടുകൾ കുറയുന്നു, ചില ആൾക്ക് വാൾട്ടുകൾ പുതിയതായിട്ട് വരുന്നില്ല. എന്തായെങ്കിലും ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം സർവൈക്കൽ ക്യാൻസറിൻ്റെ പോസിബിലിറ്റി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഞങ്ങളെ പിള്ളേർക്ക്, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, ഞങ്ങളെ പിള്ളേർക്ക് HPV വാക്സിൻ കൊടുക്കണോ. അപ്പോൾ നിങ്ങളെ ഡോക്ടറെ, ഫാമിലി ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് HPV വാക്സിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ ആലോചിക്കണം. ചെറിയ കുഞ്ഞുങ്ങൾക്കല്ല, ഒരു 18 വയസ്സിൻ്റെ മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക്.